തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ മാനദണ്ഡ പരിശോധനയിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി. ഫാർമസികൾക്ക് ഡ്രഗ് ലൈസൻസ് ഇല്ലെന്നും വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രണത്തിന് സംവിധാനമില്ലെന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഷബീദ് റാവുത്തർ അപ്ഡേറ്റ് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. പറയൂ ഷബീദ്. ഈ ആരോഗ്യവകുപ്പിന്റെ മൂക്കിൻ തുമ്പത്ത്, അതായത് തിരുവനന്തപുരത്തെ റൂറൽ അതേപോലെ തന്നെ സിറ്റിയിലെ പല വിധത്തിലുള്ള ആളുകൾ നിത്യേന എത്തുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രി, ഈ കാണുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വളരെ ഗുരുതരമായിട്ടുള്ള ചില വീഴ്ചകൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ മാനദണ്ഡ പരിശോധനയിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം മരുന്ന് സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് ഡ്രഗ് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. പ്രതിദിനം കുറഞ്ഞത് ഏതാണ്ട് 4000-ലധികം രോഗികൾ നിത്യേന ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഫാർമസികൾക്ക് ഡ്രഗ് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രണത്തിന് സംവിധാനമില്ല എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ റേഡിയോഗ്രഫി യൂണിറ്റിന്റെ ലൈസൻസ് 3 മാസം മുൻപ് കാലഹരണപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. നർക്കോട്ടിക് മരുന്നുകൾ സൂക്ഷിക്കാൻ ലൈസൻസ് ഇല്ല. ഉപകരണങ്ങൾ, അതേപോലെ തന്നെ ഉപകരണങ്ങൾ അണുബാധമുക്തമാക്കാനുള്ള സംവിധാനം കാര്യക്ഷമമല്ല. ഇതൊക്കെയാണ് ഒരു ആശുപത്രിയിൽ പ്രധാനമായും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. ആ ആശുപത്രിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉപകരണങ്ങൾ അണുബാധമുക്തമാക്കാനുള്ള സംവിധാനം കാര്യക്ഷമമല്ല. ഈ ഫയർ എൻഒസിയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ആരോഗ്യവകുപ്പിന്റെ മൂക്കിൻ തുമ്പത്തുള്ള ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനായി നടത്തിയ പരിശോധനയിലാണ് മാനദണ്ഡങ്ങളിൽ ജനറൽ ആശുപത്രി പൂർണ്ണ പരാജയമെന്ന് കണ്ടെത്തിയത്. ഏതായാലും ഇത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചൊരു വലിയ വീഴ്ചയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ സാധാരണക്കാരടക്കം പല വിധത്തിലുള്ള ആളുകൾ നിത്യേന എത്തുന്ന, അതേപോലെ തന്നെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഈ രീതിയിലുള്ള വീഴ്ച. അത് ഇന്റേണൽ ഓഡിറ്റിൽ തന്നെ കണ്ടെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.